ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്നുള്ളത് പോപ്പുലർ മോട്ടോർ വേൾഡിന്റെ ഓതറൈസ്ഡ് യൂസർ ഷോറൂം ആയിട്ടുള്ള ഹ്യുണ്ടൈ പ്രോമിസിലാണ്. ഹ്യുണ്ടൈയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു യൂസ്ഡ് കാർ ഷോറൂമാണ്. എല്ലാവിധ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത്. വാറന്റി കൊടുക്കുന്നുണ്ട്, ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് നിലവിലുള്ളത്. ഒരു 60ഓളം വാഹനങ്ങൾ നിലവിൽ ഈ ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഒന്നാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്നാമത്തെ എപ്പിസോഡ് കാണുക. അതിനുശേഷം ഈ എപ്പിസോഡും തുടർന്നുള്ള എപ്പിസോഡും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു വാഹനം നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. വിശദമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നാമത്തെ എപ്പിസോഡ് കണ്ടാൽ മതി. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാം. എന്റെ പേര് വന്ദന. ഞാൻ പോപ്പുലർ ഹ്യുണ്ടൈയുടെ യൂസ്ഡ് കാർ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് എറണാകുളം ചേരാനെല്ലൂർ സിഗ്നൽ ജംഗ്ഷനിലാണ്. നമ്മളിത് യൂസ്ഡ് കാർസിന്റെ ഷോറൂമാണ്. ഹ്യുണ്ടൈയുടെ മാത്രമല്ല വേറെ അതർ ബ്രാൻഡ്സ് വെഹിക്കിൾസും അവൈലബിൾ ആണ്. നമുക്ക് ഏകദേശം 60ഓളം വണ്ടികളുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഓണത്തിനോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫേഴ്സും ഉണ്ട്. 25,000 മുതൽ 50,000 രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട്. ഇപ്പം നിലവിലുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായും കാണുക. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടൈ എലൈറ്റ് i20 ആണ്. 2014 മോഡൽ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം 1,16,000 ആണ് ഓടിയിരിക്കുന്നത്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 3,90,000 ആണ്. ഫിനാൻസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് എറണാകുളം ചേരാനെല്ലൂർ സിഗ്നൽ ജംഗ്ഷനിലാണ്. ഇത് ഹ്യുണ്ടൈ i20 ആസ്റ്റേ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ഇത് മോഡൽ വരുന്നത് 2010 ആണ്. വെറും 68,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 2,70,000 ആണ്. നമുക്ക് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് വെഹിക്കിൾ വരുന്നത് മാരുതി വാഗണർ ആണ്. 2015 മോഡലുള്ള ഈ വാഹനം VXi ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1,21,000 ആണ് ഓടിയിരിക്കുന്നത്. ഫുൾ കമ്പനി സർവീസ് ആണ്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3,25,000 ആണ്. ഇത് ഹ്യുണ്ടൈ i10 2013 ആണ് മോഡൽ വരുന്നത്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സ്പോർട്സ് ആണ് വേരിയന്റ്. ഇത് ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 1,29,000 ആണ് ഓടിയിരിക്കുന്നത്. ഈ വെഹിക്കിളിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 2,80,000 ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് മാരുതി ഓൾട്ടോ 800 ആണ്. LXi വേരിയന്റിൽ വരുന്ന ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. വെറും 87,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 2,25,000 ആണ്. ഇത് ഹ്യുണ്ടൈ സാൻഡ്രോ ആണ്. 2013 മോഡലായ ഈ വെഹിക്കിൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. വെറും 88,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 2,25,000 ആണ്. ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് നോക്കുന്ന കസ്റ്റമേഴ്സിനായി ഇതാ ഹ്യുണ്ടൈ i10 സ്പോർട്സ് വേരിയന്റ് ആണ്. 2010 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം വെറും 57,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 2,30,000 ആണ്. ഇത് മാരുതി ബലേനോ ആൽഫ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. 2019 മോഡലായ ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. 95,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 6,50,000 ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് നിസാൻ മാഗ്നറ്റ് ആണ്. XL ആണ് വേരിയന്റ് വരുന്നത്. 2023 മോഡലായ ഈ വാഹനം വെറും 10,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 6,70,000 ആണ്. ഇത് വോക്സ് വാഗൺ വെൻഡോ ആണ് വരുന്നത്. 2017 മോഡലായ ഈ വാഹനം ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം വെറും 81,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് 8 ലക്ഷം രൂപയാണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടൈയുടെ തന്നെ പുതിയ വാഹനമായ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. 2023 ആണ് ഇയർ വരുന്നത്. ഇത് വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. നമ്മൾ ഇതിന് 1 ഇയർ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 8 ലക്ഷം രൂപയാണ്. കൂടാതെ ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടൈ i10 ആണ്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 2013 മോഡലായ ഈ വെഹിക്കിൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. വെറും 48,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. നമ്മൾ ഈ വെഹിക്കിളിന് ചോദിക്കുന്ന പ്രൈസ് 3,75,000 ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് വോക്സ് വാഗൺ വെൻഡോ ആണ്. 2011 മോഡലായ ഈ വാഹനം 81,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ മാനുവൽ ആണ്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 2,60,000 ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടൈ ഗ്രാൻഡ് ഐറ്റൻ ആണ്. ആസ്റ്റേ ആണ് വേരിയന്റ് വരുന്നത്. 2015 മോഡലായ ഈ വെഹിക്കിൾ വെറും 47,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് 4,30,000 ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടൈ i20 ആണ്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം വെറും 52,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് വെറും 3,70,000 ആണ്. കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വാഹനമാണോ നിങ്ങൾ നോക്കുന്നത്? ഇതാ ഹ്യുണ്ടൈയുടെ ഇയോൺ. ഇത് നമുക്ക് മോഡൽ വരുന്നത് 2012 ആണ്. 80,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത്. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വെറും 1,50,000 ആണ്. ഇത് മാരുതി സെന്നസ്റ്റിലോ മോഡൽ വരുന്നത് 2010 ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം വെറും 65,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് 1,60,000 ആണ്. ഓട്ടോമാറ്റിക് വാഹനമാണോ നിങ്ങൾ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് മാരുതിയുടെ സെലേറിയോ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. 2015 ആണ് മോഡൽ വരുന്നത്. VXi വേരിയന്റിലുള്ള ഈ വാഹനം
വെറും 77,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വെറും 3,90,000 ആണ്. ഫിനാൻസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായി വെർണ ആണ്. ഇത് വേരിയന്റ് വരുന്നത് ആസ്ട്ര ഓപ്ഷൻ ആണ്. 2019 മോഡലായ ഈ വാഹനം വെറും 35,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഇത് ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വെറും 9 ലക്ഷമാണ്. നമ്മൾ 1 ഇയർ വാറന്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് നമുക്ക് വെഹിക്കിൾ വരുന്നത് ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. ആംബിയന്റ് ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വെഹിക്കിൾ വെറും 76,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. മോഡൽ വരുന്നത് 2016 ആണ്. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 5 ലക്ഷം രൂപയാണ്. നമ്മൾ ഇതിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് വോക്സ് വാഗൺ വെർച്ചസ് ആണ്. ടോപ്പ് ലൈൻ ആണ് വേരിയന്റ് വരുന്നത്. 2022 മോഡലായ ഈ വെഹിക്കിൾ വെറും 38,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. പെട്രോൾ മാനുവൽ ആണ്. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 12,90,000 ആണ്. ഇതിന് ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇത് നമുക്ക് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായുടെ തന്നെ ഏറ്റവും പുതിയ വാഹനമായ ഓറയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമായ ഈ വെഹിക്കിൾ 2021 മോഡലാണ് വരുന്നത്. ഇത് വേരിയന്റ് വരുന്നത് SX+ ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. വെറും 8,500 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 680 ആണ്. കൂടാതെ നമ്മൾ 1 ഇയർ വാറന്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്.